തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തീരുമാനിക്കാൻ ചർച്ചകൾ തുടരുകയാണ് മുന്നണികൾക്കിടയിൽ. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്തേക്ക് വി രാജേഷും ആർ ശ്രീലേഖയും പരിഗണനയിലുണ്ട്. കൊച്ചി, തൃശൂർ, കണ്ണൂർ മേയേഴ്സിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് പറയുന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK ബിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് കൊച്ചിയിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ. കോഴിക്കോട് ഡോക്ടർ ജയശ്രീയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ CPIM. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് റാഫി കരീം, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് എന്നിവർ തത്സമയം ചേരുകയാണ്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക്. തിരുവനന്തപുരത്ത് വി രാജേഷും ആർ ശ്രീലേഖയുമാണോ കളത്തിലുള്ളത്? ആർക്കാണ് മുൻതൂക്കം? നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സംഭരണ മേയർ സ്ഥാനം സംഭരണമല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വി രാജേഷിന് മുൻതൂക്കം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആർ ശ്രീലേഖ IPS ഈ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി BJP മത്സരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉറപ്പുകൾ ആർ ശ്രീലേഖയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ആർ ശ്രീലേഖ ലഭിക്കാനാണ് സാധ്യത. അങ്ങനെ ആർ ശ്രീലേഖ മേയറായി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കായിരിക്കും വി രാജേഷ് വരാൻ സാധ്യത. എന്തായാലും വി രാജേഷിനെയും ആർ ശ്രീലേഖയ്ക്കും തന്നെയാണ് പ്രഥമ പരിഗണന. RSSന്റെ കൂടി ഒരു ക്ലിയറൻസ് ഇതിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. RSSന്റെ ക്ലിയറൻസിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി ഒരു ക്ലിയറൻസ് ലഭിക്കണം. ആ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി ഒരു അംഗീകാരം ലഭിച്ചായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറെ അവസാനമായി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത്. നിലവിൽ 50 സീറ്റുകളാണ് BJPക്കുള്ളത്, NDAക്കുള്ളത്. അതിൽ 51 കേവല ഭൂരിപക്ഷം ലഭിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം. ഒരു സീറ്റ്, അതായത് ഇപ്പോൾ നിലവിൽ ഒരു വിമതനെ കൂടി ഒപ്പം നിർത്താനുള്ള ഒരു ആലോചന, സ്വതന്ത്രനായി ജയിച്ച ഒരാളെ കൂടി ഒപ്പം നിർത്താനുള്ള ആലോചന NDA നേതൃത്വം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണമ്മൂലയിൽ നിന്ന് വിജയിച്ച M രാധാകൃഷ്ണനെ ഒപ്പം നിർത്താനാകുമോ എന്നുള്ള ആലോചനകളാണ് നടത്തുന്നത്. പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ UDFും LDFും ചേർന്ന് ഒരു സ്വതന്ത്രനെ മേയർ സ്ഥാനത്തേക്ക് മുൻനിർത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാണ് വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ജനവിധി എതിരായ സാഹചര്യത്തിൽ ഇനി BJP ഭരിക്കട്ടെ, അല്ലെങ്കിൽ BJPയുടെ ഒരു ഭരണത്തിലേക്ക് എത്തുള്ള നീക്കത്തെ അട്ടിമറിച്ചുകൊണ്ട് ഉടൻ മുന്നോട്ട് പോകേണ്ടതിൽ അത് തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ LDFനും UDFനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രന്റെ പിന്തുണ ഇല്ലാതെ തന്നെ സ്വാഭാവികമായി BJPക്ക് ഭരിക്കാനാകും. ഈ 101 വാർഡുകളാണ് ഉള്ളതെങ്കിലും ഒരു വാർഡിൽ ഇലക്ഷൻ നടന്നില്ല. ആ ഒരു വാർഡിൽ പക്ഷേ BJPക്ക് കാര്യമായി സ്വാധീനമില്ലാത്ത വിഴിഞ്ഞം വാർഡാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭാവി കൂടി മുൻനിർത്തി 5 വർഷം തുടർച്ചയായി ഭരിക്കണമെങ്കിൽ 51 അംഗങ്ങളുടെ പിന്തുണ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു സ്വതന്ത്രനെ ഒപ്പം നിർത്താനുള്ള ആലോചന നടത്തുന്നുണ്ട്. രണ്ടാമത്തെ സ്വതന്ത്രൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വിമതനായി മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന് പക്ഷേ കോൺഗ്രസ് ചായ്വ് കൂടുതലാണ്. അദ്ദേഹത്തിന് വിജയിച്ച് പുറത്തേക്ക് വരുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താൻ പാർട്ടി പ്രവർത്തകരും എല്ലാവരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിന്തുണ NDAക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. M രാധാകൃഷ്ണനെ ഒപ്പം നിർത്തി ഒരു സുസ്ഥിര ഭരണം 5 വർഷത്തേക്ക് എന്നുള്ള തീരുമാനത്തിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ഈ രണ്ടുപേരുടെ പേര് തന്നെയാണ്. ആര് മേയറാകും, ആര് ഡെപ്യൂട്ടി മേയറാകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു തർക്കമുള്ളത് എന്ന്, അല്ലെങ്കിൽ ഒരു ആലോചനയുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് റാഫി കരി നമുക്കൊപ്പം ചേരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ ആരാകും മേയർ? ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ. കൊച്ചി കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് സജീവമായുള്ളത്. ദീപ്തി മേരി വർഗീസ് തന്നെയായിരിക്കും കൊച്ചി കോർപ്പറേഷനിൽ മേയർ ആവുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലുള്ള ചർച്ചകളാണ് ഇന്നലെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതുകൊണ്ട് തന്നെ മേയർ സ്ഥാനം സംബന്ധിച്ച് മറ്റു വലിയ ചർച്ചകളിലേക്ക് പോകാതെ, വലിയ തർക്കങ്ങളില്ലാതെ, വലിയ ടൈം വ്യവസ്ഥകളില്ലാതെ തന്നെ പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിന് കോൺഗ്രസ് പറയുന്നത് വലിയ വിലപേശലുകളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ്. സീനിയോറിറ്റി അനുസരിച്ച് ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് സാധ്യതയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാതെ ദീപ്തി മേരി വർഗീസിനെ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് ആ നിലയിൽ വിജയിപ്പിച്ചെടുത്തതിലൂടെ ദീപ്തി മേരി വർഗീസ് തന്നെയായിരിക്കും മേയർ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. ഒപ്പം തന്നെ ചില പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു. മിനിമോൾ അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു പരിഗണനയിലുണ്ടായത്. എന്നാൽ ദീപ്തി മേരി വർഗീസിന് മുകളിൽ ഇവർക്ക് സീനിയോറിറ്റിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതിനാലാണ് ദീപ്തി മേരി വർഗീസിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അത് മുസ്ലിം ലീഗിന് ലഭിക്കാനാണ് നിലവിലെ സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ താല്പര്യം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ലീഗിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ TK അഷ്റഫ് ആയിരിക്കും, കലൂർ നോർത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച TK അഷ്റഫ് ആയിരിക്കും ഡെപ്യൂട്ടി മേയർ ആവുക. നേരത്തെ LDFിൽ ഭരണസമിതിയിൽ TK അഷ്റഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പിന്നീട് ഈ LDF ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് ഇലക്ഷന് തൊട്ട് മുൻപ് ലീഗിലെത്തുകയും കോണിച്ചിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തത്.
അതായത് ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ചോദിക്കുന്നത് പ്രധാനമായും കൊച്ചി കോർപ്പറേഷനിലെ UDF-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷി എന്ന നിലയിലാണ്. ഓക്കെ, താങ്ക് യു റാഫി കരീം. ഇനി തൃശ്ശൂരിലേക്ക് നമുക്കിപ്പം സൂരജ് സജി ചേരുന്നു. തൃശ്ശൂരിലെ മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ആരൊക്കെയാണ് പരിഗണിക്കുന്നത്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിലെ മിന്നും വിജയത്തിന് പിന്നാലെ മേയർ ചർച്ചകൾ സജീവമാണ്. പക്ഷേ തൃശ്ശൂരിൽ ഈ മേയർ പദവിക്ക് വേണ്ടിയുള്ള ഒരു എല്ലാവരും ഒരുപോലെ വടംവലി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. 5 പേരാണ് ഇപ്പോൾ ഈ മേയർ സ്ഥാനത്തേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. തങ്ങളുടെ വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തുക, DCC നേതൃത്വത്തിന് മുകളിലേക്ക് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്ന 5 പേരുകൾ. അതായത് ലാലൂരിൽ നിന്ന് വിജയിച്ച ലാലി ജെയിംസ്, അതോടൊപ്പം തന്നെ ശ്യാമള മുരളീധരൻ, നിജി ജസ്റ്റിൻ, ഷീന ചന്ദ്രൻ, മുൻ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള സുബി ബാബു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരായി ഉയർന്നു കേൾക്കുന്നത് ഈ ലാലി ജെയിംസിന്റെയും അതോടൊപ്പം തന്നെ സുബി ബാബുവിന്റെയുമാണ്. സുബി ബാബുവിനെ സംബന്ധിച്ച് നേരത്തെ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. ലാലി ജെയിംസിനെ സംബന്ധിച്ച് അവർ നേരത്തെ കൗൺസിലർ ആയിരുന്നു. കഴിഞ്ഞ ടൈമിലൊക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്ത കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ ഈ ലാലൂരിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയം അടക്കം സ്ഥാപിച്ചതാണ് സംസ്ഥാന സർക്കാർ. അവിടെയാണ് ഈ ലാലിക്ക് വലിയ ജയം നേടിക്കൊണ്ട് വരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ലാലി ജെയിംസിനെ പരിഗണിക്കണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് DCC ചൂണ്ടിക്കാണിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചില കണക്കുകൂട്ടലുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു മേയറെ പ്രഖ്യാപിക്കുക. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് 2 പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അത് A പ്രസാദ്, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുമായി അടുത്ത് നിൽക്കുന്ന നേതാവാണ് പ്രസാദിനെ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബൈജു വർഗീസ്, മിഷൻ ക്വാർട്ടേഴ്സിൽ നിന്ന് ജയിച്ച ബൈജു വർഗീസ്, ഇരുവരും KPCCയുടെ ഉപഭാരവാഹികളാണ്. പക്ഷേ ഈ സാമുദായിക സമവാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മേയർ സ്ഥാനത്തേക്ക് ആര് വരും എന്ന് അടിസ്ഥാനപ്പെടുത്തി കൂടിയായിരിക്കും ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് A പ്രസാദ് ആകുമോ ബൈജു ആകുമോ എന്ന്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് തൃശ്ശൂരിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.